കല്ലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ സംഘാടകർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി. മൃദംഗ വിഷൻ MD നിഗോഷ് കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം ഇവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സാലി, വലിയ വിമർശനം ഇപ്പോൾ സംഘാടകർ നേരിടുന്നു. വലിയ തരത്തിലുള്ള നിബന്ധനകൾ പാലിക്കാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്നുള്ള വലിയ ഗുരുതരമായ പ്രശ്നം ഈ സംഘാടകർ നേരിടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ പോലീസ് ആരംഭിച്ചോ? അതുകൊണ്ടാണോ ഹൈക്കോടതിയിലേക്ക് അവർ നീങ്ങിയത്, മുൻകൂർ ജാമ്യം തേടി? തീർച്ചയായും സംഘാടനത്തിൽ അടിമുടി പാളിച്ചുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ട് അന്വേഷണത്തിലേക്ക് കടന്നത്. അപ്പോൾ സ്വാഭാവികമായി അറസ്റ്റിലേക്ക് നീങ്ങും എന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം സംഘാടകർക്ക് സംഭവിച്ച വീഴ്ചകൾ ഒന്നൊന്നായി പോലീസ് കണ്ടെത്തി വരികയാണ്. ഇപ്പോൾ പരിശോധനകൾ പലതരത്തിൽ നടന്നു വരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സംഘാടകർ അറസ്റ്റ് ഭയക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. ഈ സംഘാടകർ ആരൊക്കെയാണ്? അതിന്റെ വിശദാംശങ്ങൾ കൂടുതലായി വരുന്നുണ്ടോ സംഘാടകരെ? അതായത് വയനാട് കേന്ദ്രീകരിച്ചുള്ള ഒരു മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലാണ് ഇതിന്റെ സംഘാടകർ. നടി ദിവ്യ ഉണ്ണി ഉൾപ്പെടെയുള്ളവരാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. ഇവർ തമ്മിൽ സഹകരിച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഇതിന്റെ ദിവ്യ ഉണ്ണിയെ ഈ പ്രതിഫലം കൊടുത്ത് പരിപാടിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് അക്കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. പ്രതിഫലം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഈ നൃത്ത പരിശീലനം ലഭിച്ച കുട്ടികൾ എന്ന അർത്ഥത്തിലൊക്കെയാണ് ഇവർ തുടക്കത്തിൽ പ്രചരിപ്പിച്ചത് ഈ പരിപാടിക്ക് മുമ്പ്. പക്ഷേ ഇപ്പോൾ അതെന്താണ്, ഏതെങ്കിലും അത് പ്രതിഫലം നൽകി അവരെ കൊണ്ടുവന്നതാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇവർ അല്ലാതെ ഇതുമായി സഹകരിക്കുന്നതാണോ എന്നൊന്നും ഒരു വ്യക്തതയില്ല. അവർ പൂർണ്ണമായി തുടക്കം മുതൽ ഇതിന്റെ ഈ പരിപാടി നടത്തുന്നത് സംബന്ധിച്ച് അറിയിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനം മുതൽ ദിവ്യ ഉണ്ണി തുടക്കം മുതൽ ഇന്നലെ ഈ പരിപാടി തീരുന്നവരെ ഇതിനൊപ്പം ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പൊ ഏതായാലും ഈ കേസിൽ മൃദംഗ വിഷൻ ആണ് ഒന്നാമതായി പ്രതിപട്ടികയിൽ വരിക. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ MD നിഗോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ആന്റിസിപ്പേറ്റ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. പരിപാടിയുടെ നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ശരി സാലി, ഇവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാർ അറസ്റ്റിലുമാണ്. വിവരങ്ങളാണ് ഇപ്പോൾ സാലി മുഹമ്മദ് നൽകിയത്.